അല്ല കൽപ്പിച്ചതിനെ സ്വീകരിക്കുക, അല്ല വിരോധിച്ചതിനെ വെടിയുക. ഇതാണ് തഖ്വ. നിങ്ങൾ മനസ്സിലാക്കണം, തഖ്വ എന്ന് പറഞ്ഞാൽ എന്താണ്? അല്ല കൽപ്പിച്ചതിനെ സ്വീകരിക്കുക, അല്ല വിരോധിച്ചതിനെ വെടിയുക. നിങ്ങൾ നോക്ക്, അല്ലാഹു തആല കൽപ്പിച്ചതെന്താണ്? ഖൽബ് ശുദ്ധിയാക്കാനാണ്, മനസ്സ് ശുദ്ധിയാക്കാനാണ്. മുത്തുനബി പറഞ്ഞതെന്താണ്? ഖൽബ് ശുദ്ധിയാക്കാനാണ്, മനസ്സ് നന്നാക്കാനാണ്. ഓ മുഅ്മിനേ, നിങ്ങൾ നോക്ക്, ആ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നു. എന്താ പഠിപ്പിക്കുന്നത്? നിങ്ങൾ നോക്ക്, 4 വിഭാഗം ആളുകളുടെ ഇബാദത്തുകള്, 4 വിഭാഗം ആളുകളുടെ നിസ്കാരങ്ങള്, 4 വിഭാഗം ആളുകളുടെ തറാവീഹുകള്, 4 വിഭാഗം ആളുകളുടെ ഒരു പ്രവർത്തനവും പരിശുദ്ധ റമദാനിൽ അല്ലാഹ് സ്വീകരിക്കൂല, അല്ലാഹ് സ്വീകരിക്കൂല. അഖുൽ വാലിദൈൻ, ഒന്ന് മാതാപിതാക്കളെ വെറുപ്പിച്ചവനാണ്, വാപ്പയുമായി ഉദ്ദേശം വെച്ചവൻ, വാപ്പയോട് എതിര് നിന്നവൻ, ഉമ്മയോട് എതിര് നിന്നവൻ, വാപ്പയെ വെറുപ്പിച്ചവൻ, ഉമ്മയെ വെറുപ്പിച്ചവൻ, ഉമ്മയെ കഷ്ടപ്പെടുത്തിയവൻ, വാപ്പയെ കഷ്ടപ്പെടുത്തിയവൻ. അല്ലാ, ചില മക്കൾ ഉമ്മയോട് നല്ല അടുപ്പമാണ്, വാപ്പയോട് അലോഗ്യത്തിലാണ്. ചില ആളുകൾ വാപ്പയോട് അടുപ്പമാണ്, ഉമ്മയോട് അലോഗ്യത്തിലാണ്. മോനെ, മോളെ, രക്ഷയില്ല, അല്ല സ്വീകരിക്കൂല, അല്ല ഏറ്റെടുക്കൂല. അല്ലാഹു തആല ഖുർആനിൽ പറഞ്ഞത് എന്താണ്? നിന്റെ മാതാപിതാക്കൾക്ക് നീ നന്ദി ചെയ്യണം, നീ ശുക്ർ ചെയ്യണം, നീ ഖിദ്മ ചെയ്യണം. വാപ്പയില്ലാതെ ഉമ്മയില്ലാത്തൊരു സ്വർഗമില്ല. നമ്മളിപ്പോ എന്താ ചോദിക്കണത്? ഒന്ന് ചൊല്ലി എല്ലാവരും, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുക്കൽ ജന്നത വഅഊദു ബിക മിനന്നാർ. അല്ലേ? അസ്അലുക, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ്, അതിനൊക്കെ അർത്ഥം നമുക്കറിയാം. അസ്അലുക, നിന്നോട് ഞാൻ ചോദിക്കുന്നു, അസ്അലുക്കൽ ജന്ന, സ്വർഗം നിന്നോട് ചോദിക്കുന്നു. ആരെ കയ്യിലാ സ്വർഗമുള്ളത്? അള്ളാന്റെ കയ്യിലാണ് സ്വർഗമുള്ളത്. ആ സ്വർഗത്തിലേക്ക് ഞാൻ കടക്കണമെങ്കിൽ, നിങ്ങൾ കടക്കണമെങ്കിൽ വാപ്പയെ സ്നേഹിക്കണോ, ഉമ്മയെ സ്നേഹിക്കണോ? അൽ ജന്നത്തു തഹത അഖ്ദാമിൽ ഉമ്മഹാത്ത്. സുബ്ഹാനല്ലാഹ്, ഉമ്മാന്റെ കാലടി കീഴിലാണ് സ്വർഗം. ഉമ്മാനെ വെറുപ്പിച്ചോ, സ്വർഗമില്ല മോനെ. തറാവീഹ് നിസ്കരിച്ചാലും വിത്ർ നിസ്കരിച്ചാലും ഹദ്ദാദ് ചൊല്ലിയാലോ, സുബ്ഹാനല്ലാഹ്, നീ ഖുർആനത്തെ ഖത്മ തീർത്താലും അല്ലാഹുവിന്റെ സ്വർഗം നിനക്കില്ല, നമുക്കില്ല. വാപ്പ എന്ന് പറഞ്ഞാൽ ആരാണ്? അതേ സ്വർഗത്തിന്റെ സെന്റർ ഡോറാണ്. ആരാ പറയുന്നത്? ഹബീബ് മുഹമ്മദ് മുസ്തഫ. ഇന്നെന്റെ കാലം എന്താണ്? ഉമ്മയും മക്കളും ഒന്നാകുന്ന വാപ്പയെ പുറത്താക്കുന്നു. സുബ്ഹാനല്ലാഹ്, കാലഘട്ടം എന്താണ് ഇപ്പൊ നമ്മളോട് പറയുന്നത്? വാർത്താ മാധ്യമങ്ങൾ എന്താണ് നമ്മളോട് പറയുന്നത്? അതേ, ഉമ്മയും മക്കളും ഒന്നാകുന്നു, വാപ്പയും മക്കളും ഒന്നാകുന്നു, ഉമ്മയെ പുറത്താക്കുന്നു നിസ്സാര കാര്യങ്ങൾക്ക് വേണ്ടി. ഓ ഉമ്മ, ഓ ചെറുപ്പക്കാരാ, സ്വർഗം നിനക്കില്ല, സ്വർഗം നമുക്കില്ല. എത്ര ചോദിച്ചിട്ടും കാര്യമില്ല, എത്ര ഇബാദത്തെടുത്തിട്ടും കാര്യമില്ല. എന്നിട്ട് നബി തങ്ങൾ രണ്ടാമതായി പറയുന്നു, ആക്കിലുർ റിബാ, പലിശ തിന്നുന്നവനാണ്. സുബ്ഹാനല്ലാഹ്, വീടുണ്ടാക്കാൻ വേണ്ടി ലോൺ എടുക്കുന്നു, ആ ലോൺ എടുക്കാൻ വേണ്ടി പ്രേരിപ്പിക്കുന്നു.
ഉമ്മ പറയാണ് മക്കളോട് ലോൺ എടുക്കണമെന്ന്, വാപ്പ പറയാണ് മക്കളോട് ലോൺ എടുക്കണമെന്ന്. ഓ അതെ, പലിശയുമായി ബന്ധപ്പെട്ട ജീവിതം എനിക്കുണ്ടോ, നിങ്ങൾക്കുണ്ടോ? അതെ, ഒരു ഇബാദത്തും അല്ലാഹ് സ്വീകരിക്കൂല, ഒരു ഇബാദത്തും അല്ലാഹ് സ്വീകരിക്കൂല. തൗബ ചെയ്ത് മടങ്ങണം മുഅ്മിനെ, തൗബ ചെയ്ത് മടങ്ങണം പെങ്ങളെ. മൂന്നാമത് പറയുന്നു, അതേ വഖാത്തിഉർ റഹ്മി, കുടുംബ ബന്ധം മുറിക്കുന്നവനാണ്. സുബ്ഹാനല്ലാഹ്, കുടുംബ ബന്ധം മുറിക്കുന്നവൻ ജേട്ടന് അനുജനുമായി തെറ്റിലാണ്, അനുജൻ ജേട്ടനുമായി തെറ്റിലാണ്. സുബ്ഹാനല്ലാഹ്, അതേ എല്ലാവരും പള്ളിയിലേക്ക് വരുന്നു, എല്ലാവരും സദസ്സിൽ പങ്കെടുക്കുന്നു, പക്ഷേ ജേട്ടൻ അനുജനോട് മിണ്ടുന്നില്ല, അനുജൻ ജേട്ടനോട് മിണ്ടുന്നില്ല, ജേട്ടത്തി അനുജത്തിയോട് മിണ്ടുന്നില്ല, അനുജത്തി ജേട്ടത്തിയോട് മിണ്ടുന്നില്ല, അയൽവാസി അയൽവാസിയോട് മിണ്ടുന്നില്ല. അല്ലാ, ഒരു സഫിലാണ് എല്ലാവരും പള്ളിയിൽ നിൽക്കുന്നത്, പരസ്പരം ലോക്യമില്ല, പരസ്പരം മിണ്ടാട്ടമില്ല. നബി തങ്ങൾ പറയുന്നു, ദുആക്ക് ഉത്തരമില്ല, ദുആക്ക് ഉത്തരമില്ല. അതെ, ഇബാദത്തുകളൊന്നും സ്വീകരിക്കൂല, ഒന്നും അല്ലാഹു തആല സ്വീകരിക്കൂല. അല്ലാഹ് നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. ഓ മുഅ്മിനേ, ഈ റമളാനായിട്ടും നമുക്ക് നന്നാവാൻ തയ്യാറായില്ലേ? ചിലവർ പറയാണ് റമളാൻ ഇങ്ങോട്ട് കഴിയട്ടെ ശരിയാക്കി തരാം, അല്ലേ? റമളാൻ കൊണ്ട് കഴിയട്ടെ, പെരുന്നാളായിട്ട് കഴിയട്ടെ ശരിയാക്കി തരാൻ ഞാൻ വെച്ചിട്ടുണ്ട്. അള്ളാഹു കാക്കട്ടെ. നിങ്ങൾ ചിലവരോട് പറയാണ് റമളാൻ ഇങ്ങോട്ട് ആവട്ടെ, കഴിയട്ടെ, ശരിയാക്കി തരാം. റമളാനിൽ ഇപ്പൊ കച്ചറ ഉണ്ടാക്കണ്ടല്ലോ. ഓ മുഅ്മിനേ, നീ ആരോടാണ് പറയുന്നത്? നീ എന്തിനാണ് ഇങ്ങനെ വാശി പിടിക്കുന്നത്? നീ എന്തിനാണ് ഇങ്ങനെ മർക്കട മുഷ്ടിയിൽ ജീവിക്കുന്നത്? ഓ മുഅ്മിനേ, നിനക്ക് വിവരമില്ലെങ്കിൽ വിവരമുള്ളവരോട് ചോദിക്കണം, എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കണം. ചിലര് ഇങ്ങോട്ട് സലാം പറഞ്ഞാൽ അങ്ങോട്ട് സലാം മടക്കാൻ വേണ്ടി ചില ആളുകൾക്ക് മുഖം തിരിച്ചു കളയുന്ന കാലം. സുബ്ഹാനല്ലാഹ്, നന്നാവാൻ തീരുമാനിച്ച് ചില ആളുകൾ അതാ ലോക്യം പറയാൻ പോകുകയാണ്. അല്ലെങ്കിൽ നന്നാവട്ടെ എന്ന് ചിന്തിച്ചിട്ട് അനുജനോ ജേട്ടനോ ജേഷ്ഠത്തിയോ അനുജത്തിയോ മൂത്താപ്പയോ എളാപ്പയോ എളാമയോ മൂത്തമ്മയോ ഒക്കെ അങ്ങോട്ട് സലാം പറയുമ്പോ സലാം പറയാതെ മടക്കുന്നു, വാതിലടക്കുന്നു. സുബ്ഹാനല്ലാഹ്, മുത്തുനബി പറയുന്നു, സ്വീകരിക്കൂല, സ്വീകരിക്കൂല. നിങ്ങൾ നോക്ക്, ആരാണ് പറയുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. ഇസ്ലാമിന്റെ വിധി എന്നാണ്, ഒരു മനുഷ്യൻ തെറ്റി നിൽക്കണം. അതേ, തെറ്റി നിൽക്കാൻ പാടുണ്ടോ? 3-ൽ കൂടുതൽ ദിവസം പാടില്ലെന്നല്ലേ ഇസ്ലാമിന്റെ വിധി. ഇത് റമളാനായിട്ടും നന്നാകാൻ തയ്യാറല്ല. സുബ്ഹാനല്ലാഹ്, എന്തിനാ മോനെ ഈ വാശിയും വക്കാണവും? എന്തിനാ ഈ കൊയ്ന്ത്? എന്തിനാ ഈ കുശുമ്പ്? എന്തിനാ ഈ വാശി? എന്തിനാ ഈ വക്കാണം? അല്ലാ, ദുനിയാവിന്ന് രക്ഷപ്പെടണോ നിനക്ക്? ദുനിയാവിന്ന് രക്ഷപ്പെടണോ? മഹാന്മാര് പഠിപ്പിക്കുന്നു, ലിസലാമത്തി ദുനിയാ ഖിസാലുൻ അർബഉ ഗഫറുൻ ലിജഹിലിൽ ഖൗമി മൻ തജ്ഹലാ. ദുനിയാവിൽ രക്ഷപ്പെടാൻ 4 കാര്യങ്ങൾ ഉണ്ടാവണം. 4 കാര്യങ്ങൾ ഒരാൾക്കുണ്ടോ ദുനിയാവിന്ന് രക്ഷപ്പെടും. ഒന്ന് എന്താണ്? ഗഫറുൻ ലിജഹിലിൽ ഖൗമി മൻ തജ്ഹലാ. വിവരമില്ലാത്ത ജനങ്ങൾക്ക് പുറത്തു കൊടുക്കലാണ്. ഒരാൾ ഇങ്ങോട്ട് ചീത്ത പറഞ്ഞാൽ, ഒരാൾ ഇങ്ങോട്ട് അതാ മോശമായി പറഞ്ഞാൽ, അവന് വിവരമില്ലെന്നുള്ള വിവരമെങ്കിലും നമുക്കുണ്ടാകണം. അതാണ് ഏറ്റവും വലിയ വിവരം. എന്നെ ഒരാൾ ചീത്ത പറയുന്നു, എന്നെ ഒരാൾ എന്തെല്ലാമാണെന്നോ വിളിച്ചു പറയുന്നു, ഞാൻ അപ്പോൾ എന്ത് ചിന്തിക്കണം? അവന് വിവരമില്ലെന്നുള്ള വിവരം എനിക്കുണ്ടാകണം.
അതാണ് ഏറ്റവും വലിയ വിവരം. അതിന് അതാ അങ്ങോട്ട് മറുപടി പറയലല്ല, അതിനേക്കാൾ സ്ട്രോങ് ഉള്ള വാക്കുകൾ പറയലല്ല. അത് ജാഹിലിന്റെ വിവരമാണ്, അത് വിഡ്ഢികളുടെ വിവരമാണ്. അതുകൊണ്ട് മുഅ്മിനേ ഗഫറുൽ ലിജഹിലിൽ ഖൗമി മൻ ഉക തജ്ഹലാ, വിവരമില്ലാത്ത ജനങ്ങൾക്ക് പുറത്തു കൊടുക്കണം. എന്നിട്ട് പറയുന്നു വതകൂനു മിൻ സൈബിൽ ഉനാസി ആയിസ വലിസൈബി നഫ്സിക ലിൽ ഇനാസി ബാദിലാ. സുബ്ഹാനല്ലാഹ്. വിവരമില്ലാത്ത ജനങ്ങൾ വല്ലതും ചെയ്താൽ അവർക്കത് പുറത്തു കൊടുക്കണം. വിവരമില്ലാത്തത് ചെയ്യുന്നതിനെ തൊട്ട് ജനങ്ങളെ നീ തടയണം. മോനെ ചെയ്യല്ല, മോനെ അങ്ങനെ നടക്കല്ല, മോനെ എങ്ങനെ നീ നടക്കല്ല എന്നവന് വിവരമില്ലാത്തത് കൊണ്ട് ചെയ്തതാണ്. അതവനെ പറഞ്ഞ് ഉപദേശിക്കണം. എന്നിട്ട് പറയാണ് നീ ജനങ്ങളിൽ നിന്ന് വല്ലതും കിട്ടുമെന്നതിൽ അസമുറിയണം. ജനങ്ങളെ എനിക്ക് വല്ലതും തരണം, സക്കാത്ത് കിട്ടണം, സദക്ക കിട്ടണം, ആ കിറ്റ് എനിക്ക് കിട്ടണം. അവനോട് ലോക്യം പറഞ്ഞാൽ അവനുമായി ബന്ധപ്പെട്ട് ജീവിച്ചാൽ അവന്റെ കയ്യിൽ നിന്ന് വല്ലതും എനിക്ക് കിട്ടുമെന്നുള്ള ചിന്ത ഒഴിവാക്കണം. അങ്ങനെ ജനങ്ങളിൽ നിന്ന് ഔദാര്യം കിട്ടണമെന്നുള്ള ചിന്ത ഒഴിവാക്കണം. എന്നിട്ടോ വലിസൈബി നഫ്സിക ലിൽ ഇനാസി ബാദിലാ, നിന്റെ ഔദാര്യം നീ ജനങ്ങൾക്ക് കൊടുക്കണം. നീ ജനങ്ങൾക്ക് വല്ലതും കൊടുക്കണം, ജനങ്ങളിൽ നിന്ന് വല്ലതും വാങ്ങണമെന്ന ആഗ്രഹം ഒഴിവാക്കണം. ഈ 4 കാര്യം നിനക്കുണ്ടോ ദുനിയാവെന്ന് രക്ഷപ്പെടാൻ? ഇത് മതി മോനെ നിനക്ക് കേട്ടോ. നിങ്ങൾ പരിശുദ്ധ ഖുർആനിൽ അല്ലാഹ് പറയുന്നു യൗമൻ, ഒരു ദിവസമുണ്ട്, ലാ യൻഫഉ മാലുൻ, ഒരു സമ്പത്തും അവിടെ ഉപകരിക്കൂല, ഒരു കോടികളും അവിടെ അതാ ഉപകരിക്കൂല, ഒരു ദീനാറും ഒരു ദിർഹമും ഒരു റിയാലും ഒന്നും അവിടെ വില പോകില്ല, ഒന്നും അവിടെ ചെലവാകില്ല. വല ബനൂനുൻ, മക്കളെ കൊണ്ട് അവിടെ സഹായം ലഭിക്കൂല. സുബ്ഹാനല്ലാഹ്. ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ സമ്പാദ്യം എന്താണ്? അവൻ അധ്വാനിച്ചുണ്ടാക്കിയ മുതലാണ്, ശേഷം അവന്റെ സന്താനങ്ങളാണ്. രണ്ടും അവിടെ അതാ ആ ദിവസം അവന് ഉപകരിക്കൂല. ഇല്ലാമെന്നൊരുത്തനല്ലാതെ അല്ലാഹ് നൽകിയിരിക്കുന്നു ബിഖൽബിൻ സലീം. ആരോടും വിദ്വേഷമില്ല, ആരോടും വെറുപ്പില്ല, ആരോടും കറയില്ല, ആരോടും അതേ ഒരു കുശുമ്പില്ല, ഒരു കൊയിന്തില്ല, ഒരു വൈരാഗ്യമില്ല. ആരും തകരണമെന്നുള്ള ചിന്തയില്ല, ആരെയും തകർക്കണമെന്നുള്ള വിചാരമില്ല, ആരെയും മൂലയിലിരുത്തണമെന്നുള്ള അതേ ആശയില്ല. എല്ലാവരും നന്നാവണം, എല്ലാവരും ഉഷാറാകണം, ആരെയും ഒന്നും അതാ കാക്കണമെന്നുള്ള ചിന്തയില്ലാത്ത ഖൽബ്. എല്ലാവരോടും നല്ല മനസ്സിന്റെ ഉടമകൾ ആരുണ്ടോ അവർക്ക് നാളെ മഹ്ശറയിൽ രക്ഷയുണ്ടെന്ന് പരിശുദ്ധ ഖുർആൻ. ഈ ഖൽബുണ്ടോ, ഇങ്ങനത്തെ ഖൽബിന്റെ ഉടമകൾ ആരുണ്ടോ അവരുടെ നോമ്പ് അല്ലാഹു തആല സ്വീകരിച്ചിട്ടുണ്ട്, അവരുടെ നിസ്കാരം അല്ലാഹു സ്വീകരിച്ചിട്ടുണ്ട്, അവരുടെ തറാവീഹ് അല്ലാഹു സ്വീകരിച്ചിട്ടുണ്ട്, അവരുടെ വിത്റും ഹദ്ദാദും റവാത്തിബും ഇത്തികാഫും ഖുർആനോത്തും അല്ലാഹു സ്വീകരിച്ചിട്ടുണ്ട്. ഇല്ലേ? ലാ ലാ ലാ, വല്ലാഹി 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 സ്വീകരിച്ചില്ല. മറിച്ചാണെങ്കിൽ സ്വീകരിച്ചില്ല മുഅ്മിനേ. അതല്ലേ പരിശുദ്ധ ഖുർആൻ മറ്റൊരിടത്ത് പറഞ്ഞത് ഖദ് അഫ്ലഹ മൻ സക്കാഹാ, ഖദ് അഫ്ലഹ മൻ സക്കാഹാ. നിങ്ങൾ നോക്ക്, അല്ലാഹു തന്ന പരിശുദ്ധമായ ആ ഹൃദയം അത് സംസ്കരിച്ചവരാരുണ്ടോ അവര് വിജയിച്ചു. അല്ലേ? കൽബിൽ ഒരു കറയുമില്ല. ഒരാൾ ഒരു തെറ്റ് ചെയ്താൽ ഒരു കറ അവിടെ വന്നു, ഒരു പുള്ളിയാണ്, കറുത്ത പുള്ളി. 2 എണ്ണം ചെയ്താൽ 2 പുള്ളി. അങ്ങനെ ഓരോന്നിനും ഒരാൾ ഒരു ഗീബത്ത് പറഞ്ഞു ഒരു പുള്ളി, നമീമത്ത് പറഞ്ഞു ഒരു പുള്ളി, ഫസാദ് പറഞ്ഞു ഒരു പുള്ളി. അത് മകനെ പറ്റിയാണെങ്കിലും
മകളെ പറ്റിയാണെങ്കിലും മരുമകളെ പറ്റിയാണെങ്കിലും. സുബ്ഹാനല്ലാഹ്, നിങ്ങൾ നോക്ക് ഇന്നത്തെ അവസ്ഥ എന്താണ്? ഇദാ ഖദ് അഫ്ലഹ മൻ സക്കാകാ വഖദ് ഖാബ മൻ ദസ്സാകാ. ഖൽബ് ശരിയല്ലേ, ഖൽബ് സുന്ദരമല്ലേ, ഖൽബ് ശുദ്ധിയല്ലേ, അതാ അവനെ ശ്രദ്ധിച്ചു കൊള്ളണം, അവനെ വീക്ഷിച്ചു കൊള്ളണം. അവൻ അതാ അള്ളയിലേക്ക് മടങ്ങിയില്ല. അതല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്. ഖാല, അവിടുന്ന് പറഞ്ഞു, അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസ്, റബ്ബ സായിമിൻ, എത്രയെത്ര നോമ്പുകാരാണ് അവര്, നല്ല നോമ്പുകാരാണ്. സുബ്ഹാനല്ലാഹ്, അവരെ കയ്യിൽ തസ്ബീഹ് മാലയുണ്ട്, അവരെ കയ്യിൽ കൗണ്ടറുകളുണ്ട്, അവര് നല്ല നല്ല ഖുർആൻ ഓതുന്നവരാണ്, അവര് നേരത്തെ പള്ളിയിൽ വന്ന് ഇഅ്തികാഫിരിക്കുന്നവരാണ്. അതല്ലേ പെണ്ണുങ്ങളാണെങ്കിൽ സ്ത്രീകളാണെങ്കിൽ അവര് അത് ആ ക്ലാസ്സിന് പോകുന്നവരാണ്, ദിക്ർ ഹൽക്കക്ക് പോകുന്നവരാണ്, അല്ലാഹ് യൂട്യൂബിൽ വയല് കേൾക്കുന്നവരാണ്, നല്ല നല്ല പ്രവർത്തനങ്ങൾ ചെയ്യുന്നവരാണ്, നോമ്പുകാരാണ്. റുബ്ബ സായിമിൻ ലൈസ ലഹു ഹല്ലൻ മിൻ സൗമിഹി ഇല്ലൽ ജൂഅ് വൽ അത്ശൂ. അവരെ നോമ്പ് കൊണ്ട്, അവരെ പട്ടിണി കൊണ്ട്, അവരെ ദിക്ർ കൊണ്ട്, അവരെ മാല കൊണ്ട്, അവരെ കൗണ്ടർ കൊണ്ട്, അവരെ ഖുർആൻ ഒത്തുകൊണ്ട്, അവരെ ഇത്തികാഫ് കൊണ്ട്, അവരെ നടത്തം കൊണ്ട്, ഹറക്കാത്ത് സക്കനാത്ത് ഔഖാത്തുകളെ കൊണ്ട്, ഇല്ലൽ ജൂഅ് വൽ അത്ശൂ, ദാഹവും വിശപ്പുമല്ലാതെ അവർക്കില്ലേ ഇല്ല. വേറൊന്നും അവർക്ക് ദുനിയാവിലുമില്ല, ആഖിറത്തിലുമില്ല. അല്ലാഹു തആല കാത്തുരക്ഷിക്കട്ടെ. നല്ലപോലെ ശ്രദ്ധിച്ചോ.